ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെണ്ടക്കറിയുടെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ വെണ്ടക്കറിയും മത്തി ഫ്രൈയും നമ്മുടെ മലപ്പുറം സൈഡിലൊക്കെ ഉള്ളൊരു തേങ്ങ അരച്ചൊരു വെണ്ടക്കറി ഉണ്ട്. അതെൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മത്തി വൃത്തിയാക്കി എടുക്കണം. മത്തി ഫ്രൈയും വെണ്ടക്കറിയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ചെറുപ്രായത്തിൽ തന്നെ ഞാൻ അഭ്യസിച്ചെടുത്തൊരു വിദ്യയാണ് മീൻ വൃത്തിയാക്കൽ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഈ ഭാഗത്തൊക്കെ നമുക്ക് എന്തായാലും മീൻ അവർ നന്നാക്കി തരും. നമ്മൾ മേടിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ നന്നാക്കി വൃത്തിയാക്കി തരുന്നതാണ്. പക്ഷെ അത് കൊണ്ടുവന്നാൽ നമ്മളത് ഒന്നുകൂടി മെനക്കെടേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ മേടിച്ചിട്ട് വരും. പിന്നെ എനിക്കും ഇഷ്ടമുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സമയമില്ലാത്ത സമയങ്ങളിലൊക്കെ പെട്ടെന്ന് പോയിട്ട് അവരോട് തന്നെ ചെയ്തു തരാൻ പറയും, അത്രയേ ഉള്ളൂ. വലിയ മീനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഞണ്ടും ഒക്കെ എനിക്ക് നന്നാക്കി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ഞണ്ടൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ കത്തി കൊണ്ട് തന്നെയാണ് അധികം മീൻ നന്നാക്കാറുള്ളത്. കത്രിക ഉണ്ടെങ്കിലും ഞാനത് ഉപയോഗിക്കാറില്ല. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കത്തി. അത് പഴയ രീതികളാണല്ലോ. അപ്പോൾ അതങ്ങനെ ചെറുപ്പത്തിൽ പഠിച്ചിട്ട് അതങ്ങനെ ശീലമായി. അപ്പോൾ നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മത്തി ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇന്ന് ആ വെണ്ടയ്ക്ക കറിയും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാണ് വിചാരിക്കുന്നത്. കണ്ടോ, ഈ മത്തി വൃത്തിയാക്കി എടുത്തു. ഇനി അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കഴുകുന്നതൊന്നും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മസാല ചേർക്കാം. എൻ്റെ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലൈറ്റായിരിക്കും. എനിക്ക് മത്തിയൊന്നും നശിപ്പിക്കുന്ന ഇഷ്ടമല്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി ഇടും, ഉപ്പ്, പിന്നെ സുർക്ക ഒഴിച്ചു കൊടുക്കും കേട്ടോ. ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാറുണ്ട് ചില സമയത്ത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സുർക്ക തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇതാണ് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു ഫിഷ് ഫ്രൈഡർ. ഇത് മസാല കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓവർ ഈ പറയുന്ന ഒരു ഫ്ലേവർ കുറേ അങ്ങോട്ട് ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല പൊതുവെ. പിന്നെ ഈ മത്തിയൊക്കെ ഒരു അധികം മൊരിയാണ്ടാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവിടെ മക്കൾക്ക് നല്ലോണം മൊരിയാണ്. അതുകൊണ്ട് ഇന്ന് കുറച്ച് ഓയിൽ നല്ലോണം ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് എനിക്കൊരു ഹാഫ് വേവ് കുക്കിങ്ങിലൊക്കെ എടുക്കാനാണ് ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കിനി വെണ്ടയ്ക്ക കറിയുടെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ 2 ചെറിയ ഉള്ളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഓരോ ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം. ഇതിപ്പോൾ 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ചിരകിയത് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് പെരിഞ്ജീരകം വേണം. അതും ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണിന് താഴെയായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അപ്പോൾ എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരവ് നല്ലോണം ശ്രദ്ധിക്കണം. നന്നായിട്ട് അരിഞ്ഞാലാണ് കറി രസം ഉണ്ടാവുള്ളൂ. ആ സമയം കൊണ്ട് ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് വാളംപുളിയാണ് കേട്ടോ. വാളംപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് നമ്മളിങ്ങനെ പിഴിഞ്ഞ് വെച്ചേക്കുക. വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഞെക്കി അമർത്തി പിഴിഞ്ഞെടുത്ത് അവിടെ വെച്ചേക്കണം. എന്നിട്ട് ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാം. ജസ്റ്റ് ആ വെണ്ടയ്ക്ക നമ്മൾ നേരെ വെള്ളത്തിലിട്ട് വേവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കറിയിലോട്ട് ഇടുകയാണെങ്കിൽ ഒരു കൊഴുകൊഴുപ്പ് വരില്ലേ, അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ചട്ടിയിലിട്ടിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കും. പിന്നെ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കണം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിങ്ങനെ ഓരോന്നായിട്ട് കോരിയെടുത്ത് ഞാൻ ടൈം കളഞ്ഞതാണ്. അപ്പോൾ അതങ്ങനെ തന്നെ കട്ട് ചെയ്യാണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു തക്കാളി വേണം. പച്ചമുളക് 2 എണ്ണമൊക്കെ എടുക്കാം. ഞാൻ 1 എണ്ണ എടുത്തിട്ടുള്ളൂ, വലിയ എരിവ് വേണ്ടാന്ന് വെച്ചിട്ട്. കാരണം മുളക് പൊടി അത്യാവശ്യം എരിവുള്ളതാണ്. അപ്പോൾ ഒരു തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ ആ പുളിവെള്ളം ഇല്ല നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ പുളിവെള്ളവും കൂടി എടുത്തൊഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ തേങ്ങ അരച്ച് വെച്ചതും കൂടെ ചേർത്ത് ആ മിക്സിയും കൂടെ ഒന്ന് കഴുകി ഒഴിച്ച് ഉപ്പും കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ഗ്യാസിലോട്ട് വെക്കാം കേട്ടോ. ഈ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത്. അധികം ലൂസായി പോകാനും പാടില്ല, അധികം തിക്കായി പോകാനും പാടില്ല. അധികം തിക്കായി കഴിഞ്ഞാൽ ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്നാമത് ഈ മലബാർ സൈഡിലൊന്നും ഗ്രേവി ഭയങ്കര തിക്കായിട്ട് ഉണ്ടാക്കില്ല. നമ്മളൊരു കുറച്ചൊരു വെള്ളം പോലത്തെ കറികളാണ് ആ ഒരു ഭാഗത്തൊക്കെ. എനിക്കും അങ്ങനത്തെ കറികളാണ് കേട്ടോ കൂടുതലിഷ്ടം. പിന്നെ മീൻ വറ്റിച്ചൊക്കെ വെക്കുമ്പോൾ നമുക്കങ്ങനെ അത് വേറൊരു ടേസ്റ്റാണ്. ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ
ആ ഒരു സൈഡിലുള്ള ഇങ്ങനത്തെ കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ മീനും കൂടെ പൊരിച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ കുറേ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെണ്ടയ്ക്കക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാൻ. കുറച്ച് നേരം അത് നന്നായിട്ട് വെന്ത് കുക്കാവട്ടെ കറി, എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു വറ്റൽമുളകും കൂടി അരിഞ്ഞ് വെക്കാം. നമുക്കിത് കടുക് വറുക്കണമല്ലോ, കടുക് വറുക്കുകയല്ല, ശരിക്കും ഇത് ഉലുവ പൊട്ടിച്ചിട്ട് തൂമിക്കുക എന്ന് പറയും നമ്മൾ, അത് തന്നെ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് തൂമിക്കുക, താളിക്കുക എന്ന് പറയില്ലല്ലേ, തൂമിക്കുക, പിന്നെ കടുക് വറുക്കുക, അങ്ങനെ പല സ്ഥലങ്ങളിലും പലതാ പറയുക. അപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇല്ല, ഇനിയിപ്പോൾ കറിവേപ്പിലൊക്കെ തപ്പിപ്പോകാനോട്ട് സമയമല്ല. അപ്പോൾ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തോട്ടെ, ഇനി ഞാൻ ചേർത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ചേർക്കാതിരിക്കല്ലേ. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇനി വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്തിട്ടൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. വെണ്ടയ്ക്കയുടെ കളറൊന്നും ജസ്റ്റ് മാറിയാൽ മതി. അറിയാലോ വെണ്ടയ്ക്കൊന്നും അധികം വേവില്ല. അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. എല്ലാ പണിയും ഒരുമിച്ച് കഴിഞ്ഞു. ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഉള്ള പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി മാറ്റാം. ഇന്നിപ്പോൾ കുറച്ച് പാത്രമേ ഉള്ളൂ, വലിയ കറികളൊന്നും ഇല്ലാത്തത് കൊണ്ട് എളുപ്പപ്പണിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് പാത്രങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. അപ്പോൾ ചോറും കറിയും ഒക്കെ ഇവിടെ റെഡിയാണ്. ഒരു കറിയാണ് എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര രസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളി ടേസ്റ്റാണ്. അതിന് എന്തെങ്കിലും ഒരു ഫിഷ് ഫ്രൈയും കൂടെ വേണം എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഉണക്കൽ മീനാണെങ്കിൽ പോലും അതിന് ഭയങ്കര ടേസ്റ്റായിരിക്കും. ഈ ഒരു കറിയും ഉണക്കമീനും ചോറും അതും ഒരു 1.5 ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്തായാലും കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടോ, കറക്റ്റ് പാകത്തിന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചെയ്യാനുള്ളത് കടുക് വറുക്കുക എന്നുള്ളത് മാത്രമാണ്. കടുകല്ല, ഉലുവ. അപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ വറ്റൽമുളകും, കറിവേപ്പില വേണം, കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തൂമിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്ന് ലഞ്ചിന് എനിക്ക് ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചോളൂ. പിന്നെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇനി നല്ല ചൂട് ചോറിൽ ഇതൊഴിച്ച് 2 മീൻ ഫ്രൈ ഒക്കെ വെച്ച് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ചിട്ട് എന്നോട് പറയണം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.